ഹലോ ഹായ് റസിയ ഷിഹാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഉലുവക്കഞ്ഞിയാണ് കേട്ടോ. ഉലുവ പിഴിഞ്ഞിട്ടുള്ളൊരു റെസിപ്പിയാണ്. വളരെ നല്ലൊരു നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു ആവശ്യമായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഏറ്റവും കൂടുതൽ പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകളായിരിക്കും കുടിച്ചിട്ടുണ്ടാവുക. കുടിച്ചവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വെറും 3 ചേരുവകൾ കൊണ്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉലുവയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഉലുവ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി കുടിക്കുക. നമ്മുടെ ശരീരത്തിന് നല്ല ബലം കിട്ടാനും അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കൂട്ടാനും പിന്നെ അതുപോലെ തന്നെ നടുവേദന, സന്ധിവേദന, അങ്ങനെ പ്രമേഹം, അതിനൊക്കെ ഇത് നല്ലൊരു മരുന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ കൊളസ്ട്രോൾ കുറയ്ക്കാനും എല്ലാത്തിനും നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല പ്രസവിച്ചവരൊക്കെ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു മുഖകാന്തിയൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഉലുവ ഉണ്ടെങ്കിൽ ഓരോ ഗ്ലാസ് ഉലുവ ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം നിങ്ങൾ ഇതുപോലെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഈ ചെറിയൊരു കപ്പിന് ഞാൻ 1/4 കപ്പ് ഉലുവാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിത് ഒരു രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് ഇത്. അപ്പോൾ കഴുകിയിട്ട് വേണം നമ്മളിത് കുതിർത്ത് വെക്കാൻ. പിന്നെ ആ വെള്ളം നമ്മൾ ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം നമുക്കിത് കുതിർത്ത് വെക്കാൻ. അപ്പോൾ നമ്മൾ ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇത് ഒരു കുക്കർ എടുക്കാം, കുക്കറിലേക്ക് മാറ്റാം. ഇപ്പോൾ കുക്കറിലാണ് നിങ്ങൾ കഴുകിയിട്ടതെങ്കിലും അതും കുഴപ്പമില്ല കേട്ടോ. കുക്കറിലല്ലെങ്കിൽ നിങ്ങൾ മൺചട്ടിയിൽ അടുപ്പിൽ വേവിച്ചെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ഞാനിവിടെ കുക്കറിൽ വേവിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ വെള്ളമൊന്നും വെക്കണ്ട, കുറച്ച് വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അടച്ച് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഒരു 2 വിസിലെങ്കിലും നമ്മളിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മുറിയല്ല, ഒരു തേങ്ങ വേണമെങ്കിലും നിങ്ങൾക്കിത് ചേർത്ത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി പ്രസവിച്ച് കിടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇത് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് പാലുണ്ടാവാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒരു ലേശം വെള്ളം അതിലേക്ക് ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തരിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അല്ലാണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇത് പിഴിഞ്ഞെടുക്കാം. അല്ലാണ്ടെങ്കിൽ നമ്മളൊരു കോട്ടൻ്റെ തുണി, നല്ല വൃത്തിയുള്ള തുണിയിൽ ഈ തേങ്ങ അടിച്ചെടുത്തിട്ടുള്ളത് ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പം ഏതെങ്കിലും രീതിയിൽ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് 2ാം പാലും കൂടെ അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അടിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമ്മളിതിലേക്ക് അച്ചി ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ചക്കര ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ അച്ചി ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ ഞാനൊക്കെ പ്രസവിച്ചെടുക്കുമ്പോൾ ഉമ്മ ചക്കരയാണ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ശർക്കര 3 കഷ്ണം നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ ഒന്ന് നോക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പതിച്ച് പോയിട്ടുണ്ട്. നമ്മൾ കലത്തിലേക്കാണ് വെക്കുന്നുണ്ടെങ്കിൽ കാലം ചെറുതായിട്ടൊക്കെ പതക്കുന്ന സമയത്ത്, തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് ചെറുതായിട്ട് തുറന്നു കൊടുത്താൽ തിളച്ച് പോവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് പോയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഉലുവ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചെയ്യുന്നത് ഒരു ചെറിയൊരു തരിപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇതുപോലെ ഇട്ടുകൊടുക്കാം. ഉലുവ മുഴുവനായിട്ട് ഇടണ്ട കേട്ടോ, കുറച്ചൊന്ന് മാറ്റി വെക്കാം. അതിനാണ് നമ്മൾ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഉലുവ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കുക്കറിൽ തന്നെ ഉണ്ട് കേട്ടോ, മുഴുവനായിട്ട് എടുത്തിട്ടൊന്നുമില്ല. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര ഇതിലേക്ക് ഇട്ടുകൊടുക്കാം. കുക്കറിലിട്ടതിന് ശേഷം ശർക്കര കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞ് വെച്ച തേങ്ങാപ്പാലാണത്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ കുറുകിയിട്ടാണ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങയിൽ കുറച്ച് വെള്ളം ചേർക്കാതൊക്കെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അതുപോലെ കുറച്ച് വെള്ളത്തിൽ ഉലുവൊക്കെ വേവിച്ചെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ കുറുങ്ങി കിട്ടും കേട്ടോ. ഞാൻ അത്യാവശ്യം നമുക്കിത് വലിച്ചു കൊടുക്കാനുള്ള ഒരു രൂപത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിലുപരി നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് കുടിച്ചവർ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ തന്നെ ആണോ ഉണ്ടാക്കിയത് എന്ന് പറയുക. അതുപോലെ തന്നെ ഇനി ആരെങ്കിലും പ്രസവിച്ചൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.